വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് വീഡിയോസ് കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. അപ്പോൾ ഞാൻ ഇതുവരെ ടച്ച് ചെയ്യാത്തൊരു പാർട്ടാണ്. ഇപ്പം ഞാൻ കരച്ചിലിനെ കുറിച്ചിട്ട് പറഞ്ഞു. നിങ്ങളെല്ലാവരും വാച്ച് ചെയ്തിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥകൾ കഴിഞ്ഞ ഒരു 3 വർഷം. അതിന് മുമ്പത്തെ 2 വർഷം എന്ന് പറഞ്ഞാൽ വിഷമങ്ങൾ ഉണ്ടായിട്ടില്ല, നല്ല നല്ല വിഷമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഡേ ബൈ ഡേ കൂടുന്നോറും നമ്മൾക്ക് വിഷമങ്ങൾ കൂടി കൂടി വരും. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. നമ്മൾ ഓരോ ദിവസവും ചിന്തിക്കും നാളെ ബെറ്ററാവും, മറ്റന്നാൾ ബെറ്ററാവും ഒക്കെ ചിന്തിക്കും. എന്നാലോ ആ ടൈം ആകുമ്പോഴത്തേക്ക് ന്യൂ പ്രോബ്ലംസ് നമ്മുടെ ലൈഫിലേക്ക് വരും. അപ്പോൾ ഈ ടെൻഷൻ അടിക്കുന്ന സമയത്ത് എനിക്കെന്ത് സംഭവിച്ചു, ഈ കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയോ? സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി, മോള് നിരന്തരമായി PICU. ഓക്കെ, ആ ടൈമിൽ ഞാൻ എൻ്റെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഞാൻ ആ സമയത്തിൽ എൻ്റെ മാനസികാവസ്ഥ ഫസ്റ്റ് വണ് ഞാൻ മോള് അഡ്മിറ്റ് ആവും, മംഗലാപുരോ കണ്ണൂരോ എവിടെയെന്ന് വെച്ചാൽ അഡ്മിറ്റ് ആവും. ഞാൻ ഏറ്റവും ഹൈ കോസ്റ്റിലെ ഫുഡ് വാങ്ങി കഴിക്കും. അപ്പം അത് എൻ്റെ മാനസികാവസ്ഥയാണ്. അത് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പം അടുത്ത കാലത്ത് ഉമ്മ പറഞ്ഞു, ഉമ്മയുടെ പറഞ്ഞിട്ടില്ല ഞാൻ ഇത് കഴിക്കും അത് കഴിച്ചെന്ന് ഞാൻ പറയാറില്ല. അത് കഴിച്ചിരുന്നു ഇത് കഴിച്ചിരുന്നു പറയാറുണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷെ ഉമ്മക്ക് എല്ലാം മനസ്സിലാവും. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ഒന്നും വാങ്ങി കഴിക്കാറില്ലല്ലോ ഉമ്മ, അതെന്തമ്മ ഇപ്പം അങ്ങനെ ഇപ്പം ഞാൻ ചിന്തിക്കല് ഏറ്റവും മിനിമം ചിലവിൽ എങ്ങനെ ഹോസ്പിറ്റലിൽ ജീവിക്കാം, അതാണ് ഞാൻ ചിന്തിക്കാറ്. ഒരുപാട് ഓവർ എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ലക്ഷറിയസ് ലൈഫ് ജീവിക്കാനല്ല. ആ ടൈമിൽ എനിക്ക് ടെൻഷൻ കൂടെ ആരുമില്ല, ഞാനും മോളും മാത്രം ഹോസ്പിറ്റലിൽ. അപ്പം എനിക്ക് എന്താ വേണ്ടത്? കാരണം എനിക്ക് റിലാക്സേഷൻ വേണം. പൊട്ടി കരയാൻ പറ്റുന്നില്ല. അപ്പം റിലാക്സേഷൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ചിന്തിക്കും, ഇന്നെന്ത് തിന്നുന്നുണ്ട്, ബർഗർ, ഫ്രൈഡ് ചിക്കന്, എനിക്ക് എന്തൊക്കെ ഇഷ്ടം, ഷവർമ, വെറൈറ്റി ഷവർമാസ് ഒക്കെ ഞാൻ ഓരോരോ ഇപ്പം രാവിലെ ആയാലും ഉച്ചക്കായാലും വൈകുന്നേരം ആയാലും രാത്രി ആയാലും എനിക്ക് എന്തൊക്കെയാണെന്ന് എനിക്കിഷ്ടം അതൊക്കെ ഞാൻ വാങ്ങിക്കഴിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇവളെന്തിപ്പോൾ ഇങ്ങനെ മോൾ ICU കിടക്കുമ്പോൾ നല്ല നല്ല ഫുഡ് എങ്ങനെ കഴിക്കാം? പക്ഷെ അതാണ് എൻ്റെ മാനസികാവസ്ഥ. അതായത് മോളെയും കൊണ്ട് ഞാൻ എവിടെയാണെന്നുള്ളത് PICUവിൽ. മോള് ഇപ്പുറത്ത് HFNC ഹൈ ഫ്ലോയിലാണ്. HFNC എന്ന് പറഞ്ഞാൽ ഹൈ ഫ്ലോയിൽ ഓക്സിജൻ കൊടുക്കുന്നത് തന്നെയാണ് HFNC എന്ന് പറയൽ. ചെറിയ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞത്. മോള് HFNCയിൽ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ ഒന്നും കഴിക്കൂല, ഓവർ ടെൻഷനായിട്ട് വിശപ്പ് ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ. സെക്കൻഡ് ഡേ ഓള് കുറച്ച് പ്രോഗ്രസ് കാണും, പക്ഷെ എന്നാലും HFNCയിൽ ഇവള്, അതായത് എൻ്റെ മകള് ഒരു സൈഡിൽ നിന്ന് ഉറങ്ങുമോ മറ്റേ സൈഡിൽ ഞാൻ ഉറങ്ങും. അവളെ നോക്കും ഇല്ല, സിസ്റ്റർമാർ നോക്കും. ഞാൻ ആ ടൈം ടു ടൈം മോക്ക് ഫുഡ് സിസ്റ്റർമാർ തന്നെ കൊടുക്കും. അപ്പോൾ അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ഫുഡ് PICU തന്നെ. എല്ലാവരും PICU എന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പേടിയല്ല, ഒരു സ്റ്റക്ക് ഓൺ മൈ മൈൻഡ്. ഡോക്ടർ പറയും ഒന്നും ചിന്തിക്കരുത്, എന്തും സംഭവിക്കാം, അപ്പോൾ എന്തും സംഭവിക്കാം എന്നറിയും. പിന്നെ ആ ഡോക്ടറോട് പറയും എനിക്കെല്ലാം അറിയാം, എനിക്കിവിടെ കണ്ടീഷൻസും കാര്യങ്ങളെല്ലാം അറിയാം. നമ്മ മറ്റുള്ളവരുടെ മുമ്പിൽ സ്ട്രോങ് ആണെന്നും കാണിക്കണ്ടേ? സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെയാന്ന് സത്യത്തിൽ ഞാൻ സ്ട്രോങ് ആണോ ചോദിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ സ്ട്രോങ് ആണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്ട്രോങ് അല്ല, ഞാൻ സ്ട്രോങ്ങർ ആവാൻ പോവുകയാണ്. എങ്ങനെ സ്ട്രോങ്ങർ ആവാൻ പോകും? ഇനി ഓരോരോ നെക്സ്റ്റ് വരുന്ന ഓരോരോ ഡേയില്
എൻ്റെ കാര്യങ്ങളിൽ ഞാൻ റിയലൈസ് ചെയ്ത് ഞാൻ നിങ്ങളോട് പറയുന്നതിനോടൊപ്പം എൻ്റെ ജീവിതം ഒന്നും കൂടി ഞാൻ റിയലൈസ് ചെയ്ത് എവിടെ എൻ്റെ മിസ്റ്റേക്സ്, എവിടെ എങ്ങനെ ജീവിക്കണം, ഇതൊക്കെ ഞാൻ ഒന്നും കൂടി പഠിക്കുകയാണ്. അപ്പം നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്ന സമയത്ത് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളെ ഈ സപ്പോർട്ട് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. സത്യം പറഞ്ഞാൽ 3 വർഷത്തിന് ശേഷം എൻ്റെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം കിട്ടിയതുപോലെയാണ്. പിന്നെ എനിക്കുണ്ടായ വേറൊരു അവസ്ഥയാണ്, മോള് അഡ്മിറ്റ് ആവുന്ന ഉറപ്പാണ്. അത് കണ്ടു കഴിഞ്ഞാൽ മോൾ അഡ്മിഷൻ സമയമായെന്ന് എൻ്റെ മൈൻഡ് എനിക്ക് മനസ്സിലാവും. അപ്പം എനിക്ക് ഈ വല്ലാത്തൊരു വേദന വരും. വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളോടും പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവില്ല, അത്രയും പെയിനായിരിക്കും എൻ്റെ വേദന, സഹിക്കാൻ കഴിയില്ല. പിന്നെ ഹാർട്ട് ബീറ്റ് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അറ്റാക്ക് ആയിട്ട് മരിക്കുമോ വെച്ചാൽ എനിക്കറിയില്ല, അത്രയും എൻ്റെ ഹാർട്ട് അടിക്കും. പിന്നെ അങ്ങനെ കതക്കാൻ തുടങ്ങും. ആ സമയത്തിന് ശരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ടൈം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കരച്ചിലെ പിടിച്ചു നിർത്താൻ പാടില്ല. കരച്ചിലെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ പാനിക് അറ്റാക്ക് വരും. പിന്നെ നമ്മളെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇരുട്ട് കയറി നമുക്ക് തോന്നും തല കറങ്ങുന്ന പോലെ തോന്നുന്നതാണ്. അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ ചായയെല്ലാം കുടിച്ചില്ല, അപ്പം BP ലോ ആയതൊന്നും ആയിരിക്കൂല, നമുക്ക് ഇങ്ങനെ ഫീലിംഗ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മകളെയും കൊണ്ട് ഞാൻ കഴിഞ്ഞ ഡിസംബർ 18 ദിവസങ്ങൾ അഡ്മിറ്റായ സമയത്ത് ഒരു ദിവസം മോള് ICU നിന്ന് റിക്കവറായി വാർഡിലേക്ക് ഷിഫ്റ്റായി. 2 ദിവസം കഴിയുമ്പോൾ പിന്നീട് കുട്ടീനെ ICUയിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥയിലുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് കുട്ടി എത്തുന്നതെന്ന് കാണുന്ന സമയത്ത് ഇതേ ഒരു മെൻറ്റാലിറ്റി വരെയായിരുന്നു. എൻ്റെ തലച്ചോറൊക്കെ പൊട്ടിത്തെറിക്കുന്നത് പോലെ, എൻ്റെ ഹൃദയം ശരിക്കും പറഞ്ഞാൽ ഹൃദയം പൊട്ടിത്തെറിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. എനിക്കിങ്ങനെ ഹാർട്ട് ബീറ്റെല്ലാം അധികമായി ഇങ്ങനെ കൈയെല്ലാം ഇങ്ങനെ ഷിവറിങ് ഇങ്ങനെ വർക്ക് ചെയ്യണം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ബ്ലറാകാൻ തുടങ്ങി. ഇങ്ങനെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ രാവിലെ ചായ കുടിച്ചിട്ട് ഞാൻ ബേസിക്കലി അന്ന് ഞാൻ ചായ കുടിച്ചിരുന്നു. അപ്പം എനിക്ക് BP ഡൗൺ ആവേണ്ട ഒരു ലക്ഷണങ്ങളും ഇല്ല. അങ്ങനെ എന്താക്കിയേ, എൻ്റെ കൂടെ അന്ന് പിന്നെ എൻ്റെ സുലൈഖ ആൻറ്റിയും അങ്കിളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഹോസ്പിറ്റൽ ലൈഫിനെ കുറിച്ച് ഞാൻ പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇടുന്നത് ചെറിയൊരു ഷോർട്ട് എക്സാമ്പിളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അങ്ങനെ മകളെ സ്ട്രക്ചറിലേക്ക് PICUയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ കിടത്തുന്ന സമയത്ത് ഞാനും മകളും കൂടെ വീണു. പക്ഷെ ഭാഗ്യത്തിന് മകൾ സ്ട്രക്ചറിൽ തന്നെയാണ് വീഴുമ്പോഴത്തേക്ക് അങ്കിള് പിടിച്ചു. ഞാനങ്ങ് എന്നെ നെഗസും പിടിച്ചു. സത്യം പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ എൻ്റെ മോക്ക് എന്നുവെച്ചാൽ സത്യം പറഞ്ഞാൽ എൻ്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങ് സഹിക്കാൻ കഴിയില്ല. പക്ഷെ ഡോക്ടർമാരെല്ലാവരും പറയുന്നൊരു കാര്യമാണ് എന്തെന്ന്, 1 ഡേ ഒരു ദിവസം എന്നിൽ നിന്ന് എൻ്റെ മകൾ പോകുന്നാണ് ഡോക്ടർമാർ ഒക്കെ പറയുന്നത്. പക്ഷെ എനിക്കറിയില്ല അങ്ങനെ അങ്ങനെ സംഭവിച്ചാൽ ഞാനത് എങ്ങനെ ഫേസ് ചെയ്യുമോ ഒന്നും എനിക്കറിയില്ല. ഷീസ് നൗ ഓക്കെ, ബട്ട് മേ ബി ചാൻസ് ഓഫ് അറിയില്ല അവൾ എത്ര സർവൈവ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു മനുഷ്യൻ ഇത്രയും വേഴ്സ്റ്റസ്റ്റ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്തൊക്കെ സംഭവിക്കും, അതൊക്കെ എനിക്ക് സംഭവിക്കുന്നുണ്ട് ഗൈസ്. നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നാളെ കാണാം. എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. ബൈ ഗൈസ്.